എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കുറച്ച് പ്രോബ്ലംസും പിന്നെ പറയാത്ത ഒന്ന് രണ്ട് റിസൾട്ടുകളും കൂടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു റിംഗ് തിയറിയുടെ പ്രിപ്പറേഷൻ അവസാനിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് റെഡ്യൂസിബിൾ പോളിനോമിയൽസിനെ പറ്റിയാണ്. അതിന് റെഡ്യൂസിബിലിറ്റിയുടെ ചില പ്രോപ്പർട്ടീസ് ഇസഡ് ഓഫ് എക്സ്, അതിൽ പ്രധാനപ്പെട്ട റിസൾട്ട് ഇതാണ്. ഇസഡ് ഓഫ് എക്സിലെ റെഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് ക്യൂവിന്റെ റെഡ്യൂസിബിലിറ്റിക്ക് ഇക്വാലന്റ് ആണ് അല്ലേ. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. റെഡ്യൂസിബിൾ ഓവർ ക്യൂ ആണെങ്കിൽ റെഡ്യൂസിബിൾ ഓവർ ഇസഡും ആണ്. അപ്പോ അടുത്തൊരു ഇറഡ്യൂസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് യു ആർ ഗിവൺ, നമ്മൾ റെഡ്യൂസിബിൾ പോളിനോമിയൽസ് ജനറൽ ഫീൽഡിലാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ പറയുന്ന റിസൾട്ടുകൾ ഇത് രണ്ടും ക്യൂവിന് അല്ലെങ്കിൽ ഇസഡിനാണ് അല്ലെ. ക്യൂവിന് ഉള്ള റെഡ്യൂസിബിലിറ്റി, അതുപോലെ ഇസഡിലെ ജനറൽ ഇന്റഗ്രൽ ഡൊമൈനിലാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇന്റിജർ കോഫിഷ്യന്റ് ഉള്ള പോളിനോമിയൽ ആണെന്ന് വിചാരിക്കുക. ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. പി ഒരു പ്രൈം നമ്പർ ആണെന്ന്. വാട്ട് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് പി? നമ്മളൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. 21x³ മൈനസ് 3x² പ്ലസ് 2x പ്ലസ് 9. ഇതിന്റെ കോഫിഷ്യന്റുകളെല്ലാം ഇൻറ്റിജറുകളാണ്. കോഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ 21, -3, 2, 9 ഇത്രയാണ് കോഫിഷ്യൻസ്. അതെല്ലാം ഇൻറ്റിജേഴ്സ് ആണ്. ഇതിനെ എനിക്ക് മോഡുലോ 2 റെഡ്യൂസ് ചെയ്താൽ എന്താ വരും? 21 എന്ന് പറയുന്നത് 1 ആവും. സോ x³ -3 എന്ന് പറയുന്നത് മോഡുലോ 2 എടുക്കുമ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ആൾസോ 1 അല്ലേ. സോ ദാറ്റ് ഈസ് -1 എന്നോ 1 എന്നോ എഴുതാം. രണ്ടും ഇക്വാലന്റ് തന്നെയാണ് അവിടെ. സോ യു ക്യാൻ റൈറ്റ് 1x². കാരണം മോഡുലോ 2 എടുക്കുമ്പോൾ 1ഉം -1ഉം ഈക്വൽ ആണ്. 2xന്റെ 0x ആവും. 9 എന്ന് പറയുന്നത് 1 ആവും. സോ ഇറ്റ് ഈസ് x³ പ്ലസ് x² പ്ലസ് 1. ഇനി ഇതേ സാധനം മോഡുലോ 3 ചെയ്താലോ? 2x പ്ലസ് 9 മോഡുലോ 3 ചെയ്ത് കഴിഞ്ഞാൽ 21 എന്ന് പറയുന്നത് 0x³ ആവും. മറ്റേത് ഇതും 0x². -3 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 2x തന്നെ, ഇത് 2x ആവും. സോ ഇങ്ങനെ എനിക്ക് മോഡുലോ പി റെഡ്യൂസ് ചെയ്യാം അല്ലേ. അപ്പം അങ്ങനെ മോഡുലോ പി റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന പോളിനോമിയൽ എവിടുത്തെ എലിമെന്റ് ആയിരിക്കും? ഇസഡ് പിയിലെ എലിമെന്റ് ആയിരിക്കും അല്ലേ. ഇതിവിടെ ഈ കിട്ടിയ ഈ ഇതെന്ന് പറയുന്നത് Z2 ഓഫ് എക്സിലെ എലിമെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് Z3 ഓഫ് എക്സിലെ എലിമെന്റ് ആണ്. അപ്പോൾ മോഡുലോ പി റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ആ പോളിനോമിയൽ എടുക്കുക. അതിനെയാണ് ഞാൻ എഫ് ബാർ ഓഫ് എക്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. ആ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ, ഇസഡ് പിയിൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഇതിന്റെ റിസൾട്ട് പറയുന്നത്, അതുപോലെ ഡിഗ്രിയും സെയിം ആയിരിക്കണം. റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡിഗ്രി താഴാൻ പാടില്ല. സോ ഈ കേസ് പറ്റൂല. ബട്ട് ദിസ് കേസ് ഈസ് അലൗഡ് അല്ലേ. അപ്പോൾ ഡിഗ്രി സെയിം ആണെങ്കിൽ, ഇസഡ് പിയിൽ റെഡ്യൂസിബിൾ ആണെങ്കിൽ അത് ക്യൂവിലും റെഡ്യൂസിബിൾ ആവും. റെഡ്യൂസിബിൾ ഓവർ ക്യൂ ആണ്. ഓക്കെ, ഇതാണ് മോഡ് പി ഇറഡ്യൂസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പോളിനോമിയലിന് നോക്കാം. ഇതിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിനെ മോഡ് 2 റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെയാവും. ഇതൊരു ഡിഗ്രി 3 പോളിനോമിയൽ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് റെഡ്യൂസിബിൾ ആണോ ഇല്ലയോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിഗ്രി 3ഓ 2ഓ ആണെങ്കിലുള്ള സൗകര്യം എന്താ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഡിഗ്രി 2ഓ 3ഓ ആണെങ്കിൽ റെഡ്യൂസിബിൾ ആകണമെങ്കിൽ അതിനൊരു 0 വേണം അല്ലേ. അതിനകത്തുള്ള ഏതെങ്കിലും എലിമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടണം. പക്ഷെ ഇത് ഇസഡ് ഓഫ് എക്സ് ഇസഡിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇസഡിൽ ഒരുപാട് എലിമെന്റ് ഉണ്ട്. പക്ഷെ ഞാനിത് Z2ലേക്ക് മാറ്റുമ്പോൾ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 2 കാര്യമുള്ളൂ, 0യും 1. അപ്പൊ ഇത് റെഡ്യൂസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ 0യിലും 1ലും ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം എഫ് ബാർ ഓഫ് 0 1 ആണ്, എഫ് ബാർ ഓഫ് 1 1 ആണ്. അതുകൊണ്ട് തന്നെ ഇത് Z2ൽ ഇറഡ്യൂസിബിൾ ആണ്. So thus by the mod P irreducibility test, it is irreducible over Q.
അതുപോലെ തന്നെ നോക്കാം Z3യിൽ ഈ റെഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഡിഗ്രി സെയിം അല്ല, അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. അപ്പോൾ ഇതാണ് മോഡ് പി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, in Z3 of x show that the distinct polynomials x raised to 4 plus x and x square plus x determine the same function from Z3 to Z3. ക്വസ്റ്റിന്റെ മീനിങ് ഇതാണ്, ഈ രണ്ട് പോളിനോമിയലും ഡിസ്റ്റിങ്ക്ട് പോളിനോമിയലാണ്, കാരണം ഒന്നിന്റെ ഡിഗ്രി 4ഉം മറ്റേ ഡിഗ്രി 2ഉമാണ്. പക്ഷേ ഫംഗ്ഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ, അതായത് എക്സിന് വാല്യൂസ് കൊടുത്താൽ, വാല്യൂസ് എവിടുന്നാണ് കൊടുക്കേണ്ടത്? Z3 എന്നാണ് കൊടുക്കേണ്ടത്. Z3 എന്ന് പറയുന്നത് 0, 1, 2. വാല്യൂസ് കൊടുക്കുമ്പോൾ രണ്ടിനും സെയിം തന്നെ ആയിരിക്കും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ P of x എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് എന്നും Q of x എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്നും എടുത്തു. P of 0, 0, Q of 0, 0, P of 1, 2, Q of 1, 2, P of 2, 0, Q of 2, 0. അപ്പോൾ എല്ലാ Z3യിലെ എല്ലാ വാല്യൂസിനും P of x ഉം Q of x ഉം സെയിം ആയതുകൊണ്ട് തന്നെ പിയും ക്യൂവും സെയിം ഫംഗ്ഷനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ പോളിനോമിയൽസിൽ അത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം, ഷോ ദാറ്റ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് റെഡ്യൂസിബിൾ ഇൻ Z2x. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ Z2xൽ മാത്രമല്ല Z-ൽ പറഞ്ഞാലും അത് ശരിയാണ്. കാരണം എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഏതാ റെഡ്യൂസിബിലിറ്റി. സീറോസിന്റെ കാര്യം നിൽക്കട്ടെ, സീറോസ് ഇല്ല Z-ൽ, പക്ഷേ റെഡ്യൂസിബിൾ ആണ്. Z-ലും സീറോസ് ഇല്ല, ആക്ച്വലി Z-ലും സീറോസ് ഇല്ല. സെയിം ക്വസ്റ്റ്യൻ Z-നും വാലിഡ് ആണ്, Z-നും വാലിഡ്. അത് ഇങ്ങനെയാണ്, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ദിസ് ഈസ് സെയിം ആസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ്. സോ ദിസ് ഈസ് എ ഫാക്ടറൈസേഷൻ. സോ റെഡ്യൂസിബിൾ ഇൻ Z2 എന്നോ അല്ലെങ്കിൽ ഓർ ഇൻ Z എന്നോ ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇനി സീറോസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇൻ Z2ലാണ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതിനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. രണ്ടെണ്ണം നോക്കിയാൽ പോരെ. എഫ് ഓഫ് 0 എന്താ? 1. എഫ് ഓഫ് 1 എന്താ? 1 റേസ് ടു 4 1, 1 സ്ക്വയർ 1, 1 പ്ലസ് 1 പ്ലസ് 1 എന്താ? അതും 1, 1 പ്ലസ് 1 0. സോ നോ സീറോസ് ഇൻ Z. സോ നോട്ട് ദാറ്റ് ഇൻ Z2 നോട്ട് ദാറ്റ് x raised to 4 plus x square plus 1 is always greater than or equal to 1 for all x belongs to Z. So no zeros in Z as well. ഞാൻ ക്വസ്റ്റ്യൻ ഇത് Z2നാണ് ചോദിച്ചിരിക്കുന്നെങ്കിലും Z-നും സെയിം ക്വസ്റ്റ്യൻ വാലിഡ് ആണ്. ഓക്കെ, നൗ we are given for polynomials we have to check the irreducibility over Q. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ്. സോ ദിസ് ഈസ് ദ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ. അത് നിങ്ങളുടെ കയ്യിൽ Z ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ ഉണ്ടാവും. സോ Z ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ ഉണ്ടാവും. അതിന്റെ കോഎഫിഷ്യൻസ് ഇൻഡിജേഴ്സ് ആണല്ലോ. സപ്പോസ് there is a prime p such that p highest ഡിഗ്രി കോഎഫിഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ ബാക്കി എല്ലാ കോഎഫിഷ്യന്റിനെയും അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പി സ്ക്വയർ a0നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പോളിനോമിയൽ എപ്പോഴും ക്യൂവിൽ റെഡ്യൂസിബിൾ ആയിരിക്കും എന്നാണ് ആ റിസൾട്ട് പറയുന്നത്. പ്രൂഫ് നമ്മൾ പറയണില്ല. പ്രൂഫ് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കിയോളൂ, പ്രൂഫ് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇത് റെഡ്യൂസിബിൾ എന്നാണ് പറയുന്നത്. ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ പോളിനോമിയൽസിനെ നമുക്ക് ഇറഡ്യൂസിബിലിറ്റി ചെക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ p = 3 എടുക്കും. ഇവിടുത്തെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 9, 12, 6 അല്ലേ. അതിനെല്ലാം 3 ഡിവൈഡ് ചെയ്യും. ഹയസ്റ്റ് ഡിഗ്രി കോഎഫിഷ്യന്റ് 1, 1നെ 3 ഡിവൈഡ് ചെയ്യില്ല. ഇനി 3 സ്ക്വയർ 9, അത് ഈ കോൺസ്റ്റന്റ് ടൈമിനെയും ഡിവൈഡ് ചെയ്യില്ല. റൈറ്റ്. സോ ബൈ ദെയർഫോർ ഡയറക്ട്ലി ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് ആ പോളിനോമിയലിനെ എനിക്ക് irreducible over Q എന്ന് പറയാം. Okay. Now the second question is second question is x raised to 4 plus x plus 1. ഇത് കുറച്ച് ട്രിക്കിയാണ്. ഇത് ഞാൻ P of x എന്ന് വിളിക്കാം.
ഇതിനെന്താ ചെയ്യണേന്ന് പറഞ്ഞാൽ സപ്പോസ് യു റെഡ്യൂസ് മോഡുലോ 2. ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന് സീറോസ് ഇല്ല. എപ്പോഴാണ് ഒരു പോളിനോമിയലിന് സീറോസ് വരുന്നത്? ഒരു പോളിനോമിയൽ പി ഓഫ് എ സീറോ ആകണമെങ്കിൽ എക്സ് മൈനസ് എ അതിന്റെ ഫാക്ടർ ആകണം. നമ്മൾ മുമ്പ് പഠിച്ച ഫാക്ടർ തിയറം അനുസരിച്ച്, അതായത് ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ടാകണം അല്ലേ? സീറോസ് വരണമെങ്കിൽ ലീനിയർ ഫാക്ടേഴ്സ് വരണം. അപ്പൊ ഞാൻ പറയും ഇതിന് സീറോസ് ഇല്ല എന്ന്. അപ്പൊ ലീനിയർ ഫാക്ടേഴ്സ് ഇല്ല. ലീനിയർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി 1 ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ ഡിഗ്രി 1 ആയിട്ടുള്ള ഫാക്ടർ ഇല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? ഇതിന് ഡിഗ്രി 4 ആണ് അല്ലെ? ഡിഗ്രി 4 ആണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്ന 1+3 എന്നോ 2+2 എന്നോ അല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ലീനിയർ ഫാക്ടർ ഇല്ലെങ്കിൽ ഇത് പറ്റൂല. പിന്നെ ഉള്ളത് 2+2 ആണ്, ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ്. അതും പറ്റില്ല എന്ന് പറയും. ദാറ്റ് ഈസ് ഐഡിയ. അപ്പൊ ഇത് ഇറഡ്യൂസിബിൾ ആണ്. ഇതിനെ മോഡുലോ 2 റെഡ്യൂസ് ചെയ്യുമ്പോൾ പി ബാർ ഓഫ് എക്സ് എന്ന് എഴുതിയാൽ അതും എന്ത് തന്നെ? എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് പ്ലസ് 1 ഇനി Z2 ഓഫ് എക്സ്. ഇതിലെ സീറോസ് നോക്കാം. പി ബാർ ഓഫ് 0 എന്താ? ഇറ്റ് ഈസ് 1. പി ബാർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ അതും 1. സോ നോ സീറോസ് ഇൻ Z2. ദാറ്റ് ഈസ് നോ ലീനിയർ ഫാക്ടേഴ്സ് in Z2 of x. Hence, no linear factors in Z. In quadratic factors, suppose x raised to 4 plus x plus 1 in രണ്ട് quadratic factor ആണ് ചെയ്താന്ന് വിചാരിക്കുക. x square plus highest degree എന്തായാലും 1 അല്ലേ പറ്റുള്ളൂ. Second b of x plus 1 into x square plus some c of x into d. ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കാം. ഡിക്ക് പകരം എനിക്ക് വേണമെങ്കിൽ 1 കൊടുക്കാം അല്ല, 1 മൈനസ് 1 കൊടുക്കാം. 1 എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. കാരണം കോൺസ്റ്റന്റ് ടൈം ഇവിടെ 1 അല്ലേ? ഇവിടെ ഒന്നുകിൽ ഇത് രണ്ടും -1 വരാം, അല്ലെങ്കിൽ രണ്ടും ആക്ച്വലി പ്ലസ് ഓർ മൈനസ് ആണ്. രണ്ടായാലും പ്രശ്നമില്ല. സോ ദാറ്റ് മീൻസ് ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക? എക്സ് റൈസ് ടു 4 പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ. എത്ര ടൈം ഉണ്ട്? എക്സ് സ്ക്വയർ 2x², പിന്നെ ഒരു ബി സി ഉണ്ട് അല്ലേ? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി ഓരോ ടൈം എടുത്ത്. പിന്നെ എക്സിൻ്റെതും ബി പ്ലസ് സി ഇൻറ്റു എക്സ് പ്ലസ് 1. -1 ആയാലും രണ്ടും -1 ആയാലും രണ്ടും +1 ആയാലും അവസാനത്തെ പ്രോഡക്റ്റ് 1 ആണ്. സോ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0, ദ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എടുത്താലോ? ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1, കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ്, which is not possible. It is not possible. Hence, no quadratic. Therefore, x raised to 4 plus x plus 1 is irreducible over Z or Q. Qയിലും Zയിലും ഒരേ റെഡ്യൂസിബിലിറ്റി തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതാണ് എൻ്റെ റിസൾട്ട്. ഇനി മൂന്നാമത്തെ പോളിനോമിയൽ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ ആണ്. ഞാൻ പറയുന്നില്ല, ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എഴുതിയിട്ടുണ്ട്. p = 3 എടുത്താൽ മതി. അപ്പം നേരിട്ട് ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ അനുസരിച്ച് അത് ഇറഡ്യൂസിബിൾ എന്ന് കിട്ടും. അടുത്ത പോളിനോമിയലിന് നമ്മൾ ഈ പറഞ്ഞ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ ദിസ് വൺ. ഇത് ഒരു എഫിൻ്റെ റെഡ്യൂസിബിലിറ്റി കണ്ടുപിടിക്കാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ, എക്സിന് പകരം AX കൊടുത്താലോ, എക്സിന് പകരം x + a കൊടുത്താലോ മാറില്ല. ഇതാണ് അവിടുത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇതൊരു എക്സസൈസ് പ്രോബ്ലം ആണ്. ഉദാഹരണത്തിന് ഈ ഒരു പോളിനോമിയൽ 8x³ - 6x + 1, അത് f(x) എന്ന് വിളിച്ചാൽ ഇതിന്റെ ഇറഡ്യൂസിബിലിറ്റി ക്യൂവിൽ ചെക്ക് ചെയ്യാൻ, ഇത് ഏത് ഫീൽഡിലും ഈ റിസൾട്ട് വാലിഡ് ആണ്. ക്യൂവിൽ ചെക്ക് ചെയ്യാൻ നേരിട്ട് ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വേറെ ഐഡിയാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ f(x + 1) കണ്ടുപിടിച്ചു. എന്തിന് x + 1 എന്ന് ചോദിച്ചാൽ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് x + 1 x - 1 x + 2 എന്ത് വേണമെങ്കിലും കൊടുക്കാം. x + 1 കൊടുത്തപ്പോൾ എന്ത് പറ്റി? ആ പോളിനോമിയൽ ഇതായി. ഈ പോളിനോമിയൽ പക്ഷേ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാം. 3 എടുക്കാം. കാരണം 3 24നെ ഡിവൈഡ് ചെയ്യും, 18നെ ഡിവൈഡ് ചെയ്യും, 3യെ ഡിവൈഡ് ചെയ്യും. പക്ഷേ അത് 3² 3യെ ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ എനിക്ക് ഈ പറഞ്ഞ പോളിനോമിയലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ f(x + 1) എന്താവും? ഇറഡ്യൂസിബിൾ ആവും. ഞാൻ ഇവിടെ പറഞ്ഞ ഒബ്സർവേഷൻ അനുസരിച്ച്
എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ എഫ് ഓഫ് എക്സും ഇറഡ്യൂസിബിൾ ആണ്. ഓക്കെ, ഈ സെയിം ട്രിക്കാണ് നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത്. ഇതില് നാലാമത്തെ പ്രോബ്ലം, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് എക്സ് മൈനസ് വൺ കണ്ടുപിടിച്ചു. എഫ് ഓഫ് എക്സ് മൈനസ് വൺ കണ്ടുപിടിച്ച് സിംപ്ലിഫൈ ചെയ്താൽ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്തിട്ട് പോളിനോമിയൽ പി ഈക്വൽ ടു 5 ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഐസൻസ്റ്റീൻ ക്രൈറ്റീരിയ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് റെഡ്യൂസിബിൾ എന്ന് കിട്ടും. അപ്പോൾ ആ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണ് ഓവർ ക്യൂ. സോ ദാറ്റ് ഇസ് ദ സൊല്യൂഷൻ. ഓക്കെ, സോ ഫൈനലി ഇനി ഇത് that f of x equal to x cube plus 6 in z7 of x. Write f of x as a product of irreducible polynomials. So solution, note that f of 1, what is f of 1? That is 1 plus x equal to 7 equal to 0. So x minus 1 is a factor of f of x. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റ് ഫാക്ടേഴ്സ്, ഇതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ഇതിൻ്റെ ഫാക്ടറൈസേഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഫാക്ടേഴ്സ് കാണാൻ ഇതിനെ എക്സ് മൈനസ് ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഈസ് എക്സ് ക്യൂബ് മൈനസ് എക്സ്. നമ്മൾ സാധാരണ പോളിനോമിയൽ ഡിവിഷൻ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് എക്സ് പ്ലസ് 6 ആവും. പ്ലസ് 1 ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എക്സ് മൈനസ് 1, ദാറ്റ് ഈസ് 7. So that means x cube plus 6 is x square plus 1 into x. 7 means 0, not that 7 means 0. X minus 1. This is not correct. X square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 6. അടുത്തുണ്ട്, അടുത്ത് എക്സ് അല്ലേ, ഡിവിഷൻ കറക്റ്റ് അല്ല. സോ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എക്സ് പ്ലസ് 1 ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എക്സ് മൈനസ് 1 വിച്ച് ഈസ് 7 ഈക്വൽ ടു 0 അല്ലേ. സോ ഇറ്റ് ഈസ് x square plus x plus 1 into x minus 1. ഇനി x square plus x plus 1 so g of x is equal to x square plus x plus 1. What is g of 2? 2 square plus 2 plus 1, that is 4 plus 2 plus 1 which is 7 equal to 0. So x minus 2 ഒരു ഫാക്ടറാണ്.
ജി ഓഫ് എക്സിൻ്റെ. അപ്പം അടുത്ത ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ എൻ്റെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ സീറോസ് കണ്ടുപിടിച്ചിട്ട് ആ ലീനിയർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ എക്സ് മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ എക്സ് സ്ക്വയർ മൈനസ് 2x. So it is 3x plus 1 plus 3x minus 6. That is 7 equal to 0. That means x cube plus 6 in x square plus x in x plus 3 into x minus 2 പിന്നെ നമ്മൾ നേരത്തെ കണ്ട x minus 4 or ഇത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ x plus 3 x minus 2 എന്ന് പറഞ്ഞാൽ എന്താ 5 അല്ലേ. സോ x plus 5 into x plus 4. ഇതാണ് അതിൻ്റെ ഫാക്ടറൈസേഷൻ. ഓക്കെ, സീറോസ് കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ തവണയും ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ, അപ്പം സീറോസ് ഇല്ലെങ്കിൽ അതിന് പിന്നെ ഫാക്ടർ ഇല്ല. ഇതിപ്പോൾ ഡിഗ്രി 3-ലും 2-ലുമാണ് ഇത് വർക്ക് ചെയ്യുക. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഐഡിയ അത്ര എളുപ്പമാവില്ല. നമുക്ക് നാച്ചുറലി ആ 3-ഓ 2-ഓ തന്നെ ഉണ്ടാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാക്സിമൽ ഐഡിയൽസ് ഇൻ Z10. ഇത് Z10ന്റെ ഐഡിയൽസ് കണ്ടുപിടിക്കാൻ 10ന്റെ ഡിവൈസേഴ്സ് നോക്കിയിട്ട് അത് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്സ് എടുത്താൽ മതി. കാരണം ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പഠിച്ചിട്ടുണ്ട്. Z10ന്റെ എല്ലാ സബ് ഗ്രൂപ്പും സൈക്ലിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്ലിക് സബ് ഗ്രൂപ്പ്സ് നോക്കിയാൽ മതി. ഐഡിയൽസ് എന്ന് പറഞ്ഞാലും സബ് ഗ്രൂപ്പ്സും കൂടെയാണ് അല്ലേ. അപ്പോൾ അതിൽ ഡിസ്റ്റിങ്ക്റ്റ് വരുന്നത് ഡിവൈസേഴ്സ് എടുത്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ സബ് ഗ്രൂപ്പ്സ് എല്ലാം കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാറ്റിസ് ഡയഗ്രാം. അപ്പോൾ അതിനകത്ത് മാക്സിമൽ വരുന്നത് ഇത് രണ്ടുമാണ്. മാക്സിമൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഐഡിയൽ ഒന്നും വരരുത്. Z10 മാത്രമേ ഉള്ളൂ. ഇതിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന Z10 മാത്രമേ ഉള്ളൂ. So these are the maximal ideals in Z10. Okay. ഇത്രയും പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ. ബാക്കിയെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ട്രിവിയൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഇന്റഗ്രൽ ഡൊമൈൻ, ഇത് ഡിവിസിബിലിറ്റി, ലാസ്റ്റ് ഒരു ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ്, സോറി ഇതെല്ലാം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഇത് ഏതാണ്, എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററാണ്, ഡിവിസിബിലിറ്റി ഇൻ ഇന്റഗ്രൽ ഡൊമൈൻസ്. അപ്പം അതിൽ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളൂ. നിങ്ങൾക്ക് അല്ലാതെ തന്നെ അതിൽ ചോയ്സ് കിട്ടും. ഇൻ ആൻ ഇന്റഗ്രൽ ഡൊമൈൻ എവരി പ്രൈം ഈസ് ആൻ ഇറഡ്യൂസിബിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ലീവ് ഇറ്റ്. ഇത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് കണ്ടന്റ് അത്രയും കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാം. പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയാം. എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല ഈ ഒരു ചാപ്റ്റർ. അത്ര വലിയ ചാപ്റ്റർ ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് കണ്ടെയ്ൻസ് സം ന്യൂ ഐഡിയാസ്. ഓക്കെ, താങ്ക് യു.